വെൽക്കം ടു റസിയാസ് കിച്ചൻ. ഇന്ന് ഞാൻ കൂവപ്പൊടിയും പാലും ഉപയോഗിച്ച് 3 വ്യത്യസ്ത ടേസ്റ്റിലുള്ള ഡ്രിങ്ക്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ഇവിടെ 4 ഗ്ലാസ് പാലും 4 ടേബിൾ സ്പൂൺ കൂവപ്പൊടിയും പിന്നെ 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഈ പാലിലേക്ക് നമുക്ക് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി അതിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് ആ കൂവപ്പൊടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തീരെ കട്ടൊന്നും ഇല്ലാതെ നന്നായി അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് അതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ആ കൂവപ്പൊടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. കൂവപ്പൊടി പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മളെപ്പോഴും ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ കൂവപ്പൊടിയൊക്കെ വെന്ത് ഒന്ന് കുറുകി വരുമ്പോഴാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബാക്കി പാലും കൂടി അതിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ കൂവപ്പൊടി ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ കൂവപ്പൊടി ഉണ്ടാക്കുന്നതിന് വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പശുവും പാൽ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് തേങ്ങാപ്പാലിലും ഉണ്ടാക്കാം കേട്ടോ. 2ാം പാൽ വേവിച്ചതിന് ശേഷം ലാസ്റ്റ് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്ക് 1ാം പാൽ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം തണുപ്പിച്ച് കഴിക്കാം. അങ്ങനെ നല്ല ടേസ്റ്റാണ്. കൂവപ്പൊടിയൊക്കെ ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. കൂവപ്പൊടി വെന്ത് വരുമ്പോൾ ആ ഒരു ഗ്ലേസിങ് ഉണ്ടാവും കേട്ടോ. നമ്മൾ മാറ്റി വെച്ചിട്ടില്ലെന്ന് 1 ഗ്ലാസ് പാൽ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ബാക്കി പാലും കൂടി ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട വരുള്ളൂ. മാറ്റി വെച്ചിട്ടുള്ള 3 ഗ്ലാസ് പാലും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ മൊത്തം 7 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 1.5 ലിറ്റർ പാലുണ്ടാവും. ഇപ്പോൾ കട്ടിയൊക്കെ പാകമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് അതിൽ നിന്ന് 3-ൽ 1 ഭാഗം മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിക്കാം. ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഒഴിക്കുന്നത്. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ 3-ൽ 1 ഭാഗം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് ഞാൻ 4 ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞ് 1 ടീസ്പൂൺ പശുനെയ്യിൽ ഒന്ന് താളിച്ചെടുത്തിട്ടുള്ളതാണ്. അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി അതിലൊന്ന് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് സെർവ് ചെയ്യുമ്പോൾ മേലിടാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളുടെ ഒരൈറ്റം ഇവിടെ കുടിക്കാൻ റെഡി ആയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് ഈ ഉള്ളി താളിച്ചിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ വാനില എസൻസ് ഒഴിച്ച് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ആ പാല് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ 2ാമത്തെ ഡ്രിങ്കും റെഡിയായി. ഇനി നമുക്ക് ബാക്കിയുള്ളതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ടതിന് ശേഷം ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. അതുപോലെ വേനൽക്കാലത്തൊക്കെ നമുക്ക് ശരീരത്തിന് നല്ലൊരു തണുപ്പ് കിട്ടാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ 3 വ്യത്യസ്ത ടേസ്റ്റിലുള്ള കൂവ ഡ്രിങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.